ആന്റിയുടെ ഈ ഒരു കരിസ്മാറ്റിക് വേ ഓഫ് ടോക്കിംഗ് മാത്രമല്ല ഡൂയിങ് തിങ്സിൽ 45 ഇയേഴ്സ് ഉണ്ടായിരുന്ന ജീവിത പങ്കാളി പോയപ്പോൾ ആന്റി എങ്ങനെയാണ്, ഹൗ ഡിഡ് യു കം ബാക്ക്? ഒരു ഫീനിക്സ് പറവയെ പോലെ വീണ്ടും ഉയർത്തെഴുന്നേക്കേണ്ടി വന്നില്ലേ? അത് വളരെ ഉയർത്തെഴുന്നേൽപ്പെന്ന് വാക്ക് അതിനകത്തില്ല. ഇല്ല. കാരണം ഞങ്ങൾ കുറച്ച് നാൾ സുഖമില്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉം. സമയത്തൊക്കെ ഒത്തിരി ഞാൻ പ്രാർത്ഥനയിലോട്ട് നമ്മൾ പ്രാർത്ഥനയും ആരാധനയും നമ്മളെ നാട്ടിലുള്ള റിട്രീറ്റ് സെൻറ്റേഴ്സിലൊക്കെയുള്ള അച്ഛന്മാരൊക്കെ എപ്പോഴും വിളിക്കുകയും പറയുകയും അവർ അതിനുള്ള അഡ്വൈസ് തരികയും നമുക്ക് ഒത്തിരി പ്രാർത്ഥന കിട്ടുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥന കൊണ്ട് മാത്രം നിന്ന് പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതും. ഓക്കെ. അപ്പം എല്ലാ കാര്യത്തിനും ദൈവത്തിന് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അത് ഞാൻ കരഞ്ഞിരുന്നത് കൊണ്ടോ ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്, അത് ചിന്തിച്ച് മുന്നോട്ട്. അതുപോലെ ഓഫീസിൽ നമുക്കിപ്പോൾ ഒരാൾ കുറച്ച് ദിവസം കരയ്ക്കും. ഞങ്ങളുടെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, 3 days or 5 days, അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ. അത് അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിനക്കറിയാമല്ലോ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ എന്ന് ചോദിച്ചു. 3 ദിവസം ഇരുന്ന് കരഞ്ഞു, അത്രേ കരയാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് യു ഗെറ്റ് അപ്പ്. നമ്മൾ ഓഫീസിൽ പോകണം, ഓഫീസിൽ പോയി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. ആ ഉത്തരവാദിത്വം എനിക്ക് ബാക്കിയുള്ള ഫുൾ ഉത്തരവാദിത്വമായില്ലേ, അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുക എന്നുള്ളത് തന്നെ ഉള്ളായിരുന്നു. അതനുസരിച്ച് പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും. എല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ ഒരു 1 hour എനിക്ക് പ്രാർത്ഥനയ്ക്ക് കിട്ടും. അത് ഉറങ്ങിപ്പോവും, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ ഒരു 1 hour ആണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ എനർജി. നത്തിങ് എൽസ്. ദാറ്റ് കീപ്സ് യു ഗോയിങ് അല്ലേ? യെസ്. ഓക്കെ. ആൻറ്റി, ഇപ്പോഴത്തെ ഒരു തലമുറ, ഞാനടക്കം ഞാൻ പറയാണ്, ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ ഓവർ തിങ്കിങ് ആവും, ടെൻഷൻ ആവും, പാനിക് ആവും, എന്ത് ചെയ്യണം. അതായത് നമുക്കറിയാം സൊല്യൂഷൻ കണ്ടെത്താമെന്നൊക്കെ, ഇറ്റ്സ് ദെയർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹെഡ്. പക്ഷെ ഭയങ്കരമായിട്ട് പാനിക് ആവും ആൻറ്റി, ഭയങ്കരമായിട്ട്. അപ്പം പിന്നെ അത് കുറേ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്, ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്. ആൻറ്റി ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളമാണോ, ആൻറ്റിയൊക്കെ ജനിച്ച് വളർന്ന കേരളമാണോ ഇപ്പോൾ എന്നൊക്കെ ഡൗട്ടായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കെ ആൻറ്റി ഇപ്പോൾ ഒരു യു ക്യാൻ പ്രൗഡ്ലി സേ ഐ ഹാവ് 2 വെരി ഗുഡ് ജെന്റിൽമെൻ ദാറ്റ് ഹാവ് റേസ്ഡ്. പിന്നെ ഇപ്പം കൊച്ചുമക്കളെ. അപ്പോൾ ആൻറ്റിക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓർ ഇംപ്രഷൻ ഓർ ടേക്ക് ഓൺ ഇറ്റ്? അല്ല, അത് ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളതാണെങ്കിലും ഞങ്ങൾ ഇപ്പം ഏറ്റവും ആദ്യം ഇന്നലെ വിമൻസ് ഡേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഞങ്ങൾ കല്യാണം കഴിച്ച് വന്ന് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ്. ആ അമ്മ കുഞ്ഞിനെ എങ്ങനെ മോൾഡ് ചെയ്ത് മക്കളെ എങ്ങനെ വളർത്തി സമൂഹത്തിലേക്ക് അവർക്ക് ഏറ്റവും നന്നായിട്ട് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ മക്കളെ എല്ലാ വാല്യൂസും പറഞ്ഞു കൊടുത്ത് അവരെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് ഇത് എല്ലാവരും നമ്മൾ വിമൻസ് ഡേക്കൊക്കെ ആണെങ്കിലും ഒത്തിരി സംസാരിക്കുന്നുണ്ട് എല്ലാവരും. നമ്മൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പത്തിന് മറന്നു പോകുന്ന ഒരു കാര്യമാണത്. വീട് വിട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വീട് വിട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പല സ്ഥലങ്ങളിൽ എത്താൻ പറ്റും. മുകളിലോട്ട് എത്തിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നെ വിളിക്കാനായിട്ട്, എന്നെ കാത്തിരിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ, എൻ്റെ മക്കളില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവില്ലെങ്കിൽ, എനിക്ക് എൻ്റെ അച്ഛനില്ലെങ്കിൽ, നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. നമ്മൾക്ക് വീടെന്ന് പറയുമ്പം വീട്ടിലോട്ട് തിരിച്ച് വിളിക്കും. അങ്ങനെ വിളിച്ചാൽ മാത്രമേ ഞാൻ ഏതൊക്കെ ലെവലിൽ എത്തിയിട്ടും, ബിസിനസ്സിൽ എവിടെ എത്തിയോ എന്തൊക്കെ എത്തിയെന്ന് പറഞ്ഞാലും, ഒരു അച്ചീവർ എന്ന് പറയണമെങ്കിൽ എനിക്ക് നേട്ടം ഉണ്ടായി, അല്ല ഞാൻ നല്ല നിലയിലെത്തി എന്ന് ഞാൻ എന്നെപ്പറ്റി തന്നെ അഭിമാനിക്കണമെങ്കിൽ അത് ബാക്കിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നേടിപ്പിടിച്ചതൊന്നും നേട്ടമല്ല. കാരണം മക്കളെ നന്നായിട്ട് വളർത്തുക എന്നുള്ളതാണ്, വീട് നന്നായിട്ട് നോക്കുക. ഇത് രണ്ടും നന്നായിട്ട് ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നിങ്ങൾക്ക് ആർക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിലും, അതിനെതിരെ തോന്നിയാലും അതൊരു മിനിമം ഗ്യാരണ്ടീഡ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തന്നില്ലേ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഐ വാസ് വർക്കിംഗ് 20 hours ഔട്ട് ഓഫ് 24 hours. ഈ 24-ൽ നമ്മൾക്കപ്പോൾ ഉറങ്ങിയില്ലല്ലോ, എനിക്ക് ഉറക്കം കിട്ടിയില്ലല്ലോ, ഞാൻ ഇത്രയും മണിക്കൂർ ഉറങ്ങിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട. അത് ഓരോന്ന് ജോലികൾ തീർത്ത് വരുമ്പം കുഞ്ഞിൻ്റെ കാര്യമായിരിക്കും, വീട്ടിലെ കുക്കിംഗ് ആയിരിക്കും. എനിക്ക് 31 വർഷം ഒരാളും വീട്ടിൽ സഹായത്തിനില്ലായിരുന്നു. അപ്പോൾ ജോലിയും കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും പഠിപ്പിക്കലും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒപ്പം ഓഫീസ്, പിന്നെ അതിൻ്റെ കൂടെ നാടകം, അതിൻ്റെ കൂടെ ഞങ്ങളുടെ നാടക റിഹേഴ്സൽ, ഞങ്ങളുടെ പാട്ടിൻ്റെ റിഹേഴ്സൽ, അങ്ങനെ എല്ലാം കൂടെ. പക്ഷേ അതുകൊണ്ട് നല്ല തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒന്നിരുന്ന് സിനിമ കാണാൻ, അങ്ങനെ നമുക്ക് കുറേ സമയം ടി വിയുടെ മുന്നിൽ ചിലവാക്കാനോ, ഇപ്പം കുറേ സമയം നമുക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ
ഒന്നും ചെലവാക്കാനുള്ള സമയം നമുക്ക് അതിയായിട്ട് കിട്ടില്ല. ആന്റിയായിട്ട് പറയത്തില്ല, പക്ഷെ നാടകം എന്നൊക്കെ വെറുതെ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞെങ്കിലും തിക്കുറിശി ഞങ്ങളുടെ സാറിനെ വീട്ടിലായിരുന്നു പോലെ rehearsal. പേട്രൺ ആയിരുന്ന ഒരാളുടെ ഈ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു നിങ്ങൾ തിക്കുറിശി അല്ലേ? അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പേട്രൺ. യെസ്. ഞങ്ങളുടെ പ്രൊഫഷണൽ ടീമായിരുന്നു. ഓക്കെ. ആ റിഹേഴ്സൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഓർത്തോ എത്ര പേര് ദിവസവും വന്നും പോയും ഗാനമേളയുടെ അപ്പൊ ഇവർക്കൊക്കെ ഫുഡൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നപ്പം ചുരുക്കത്തിൽ എല്ലാരും പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇല്ലായിരുന്നു. അതാ ഞാൻ നമുക്ക് ആൾക്കാര് അന്ന് തമ്മിൽ സമയം പോകത്തില്ല. സോഷ്യൽ മീഡിയയിൽ അന്ന് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ടി വി പോലും ഇല്ല, ടി വി ചാനൽ പോലും ഇല്ല, അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ ആക്ടിവിറ്റീസിലും നമ്മുടെ ജോലിയിലും മറ്റ് ദൗത്യങ്ങളിലും ശ്രദ്ധ തിരിച്ചിരുന്നു. ആൻഡ് അത് കൂടാണ്ട് സംസാരിച്ചും ഇന്ററാക്ട് ചെയ്തും നമ്മളും കുറച്ചും കൂടെ മെച്ചുവേർഡ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും സമയമുണ്ട്. ഞാനതൊക്കെ നോക്കാൻ ഞങ്ങൾക്കിപ്പോൾ ആ സമയമൊക്കെ ഉണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും. പക്ഷെ കൊച്ചു കുട്ടികളാണെങ്കിലും ഒത്തിരി ടി വിയുടെ മുന്നിലും ഫോണിൻ്റെ അടുത്തും ഒക്കെ പോകുന്നത് കുറേയൊക്കെ കുറച്ചിട്ട് കുറച്ചുകൂടെയൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ, പിന്നെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. മക്കൾക്ക് എന്തുകൊണ്ടാണ്, ഇപ്പം എന്നോട് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചില്ലേ, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് ഇപ്പം ചില ഒരു ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷനിൽ നിന്നൊരു പുറത്തോട്ട് മാറാൻ വേണ്ടി സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രാർത്ഥന അല്ല, പ്രാർത്ഥന ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത്, ദൈവമേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നങ്ങ് ഏൽപ്പിക്കും. അങ്ങനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ദൈവം നടത്തും. അത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. വാവ്. അപ്പോൾ ടു കൺക്ലൂഡ് ആൻറ്റി, ലുക്കിംഗ് ബാക്ക് ഇൻ ടു യുവർ ലൈഫ്, എന്താണ് വാട്ട് വാസ് യുവർ റീസൺ ഫോർ സക്സസ്? കരിസ്മാറ്റിക് വേ ഓഫ് ഡൂയിങ് തിങ്സ്, പിന്നെ എല്ലാ റോൾസും ആൻറ്റിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. സോ യു ആർ സെയിങ് ദാറ്റ് യുവർ ഡ്രൈവിംഗ് ഫോഴ്സ് വാസ് പ്രെയർ ആൻഡ് സിസ്റ്റമാറ്റിക് ലിവിങ് അല്ലേ? അതാണ്. അത്ര മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ വലിയ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ജീവിതം തന്നത് ദൈവമാണ്. ആ ദൈവത്തിന് നന്ദി. ആൻറ്റി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ആൻറ്റിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ ഒരു 2 വരിയോട് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻറ്റി ഒരു സിംഗറാണ്, ദാസേട്ടൻ്റെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പാടിയിട്ടല്ല. ഞങ്ങളുടെ വീട്ടില് പാർട്ടി നടത്തിയ സമയത്ത് പുള്ളിയുടെ കൂടെ പാടിയോ? പാടിയിട്ടില്ല. വീട്ടിൽ പാടിയോ? ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പാടാൻ പറ്റുമെന്ന് പറയുന്നത് എത്ര പേര് സ്വപ്നമാണെന്ന് എനിക്കറിയാം. ആദ്യമായിട്ട് ഇവിടെ നാടകത്തിൽ പാടിയൊരു പാട്ടുണ്ട്. അതായത് 77 നാടകത്തിലെ പിന്നണി നമ്മൾ നേരിട്ട് പാടുന്നായിരുന്നു. നേരിട്ട് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ അവരുടെ വായിക്കുന്ന കൂട്ടത്തിൽ നമ്മളിരുന്ന് പാടണം. അപ്പൊ അതിൽ 2 വരി ഞാൻ പാടാം. പക്ഷെ എന്റെ സൗണ്ട് ഞാൻ എത്രയോ വർഷം, തോമസ് മരിച്ചിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞില്ല, ഞാൻ പിന്നെ പാടിയിട്ടില്ല. അപ്പൊ പിന്നെ സൗണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പൂവുകൾ ചിരിക്കുന്ന പുലർക്കാലം, പൂമണം ചൊരിയുന്ന മധുമാസം, ആവണിത്തന്നലിൻ ആട്ടം കളിക്കുന്ന കാനനമുല്ല പൂത്ത കാലം, പൂവുകൾ ചിരിക്കുന്ന പുലർക്കാലം, പൂമണം ചൊരിയുന്ന മധുമാസം, ആവണിത്തന്നലിൻ ആട്ടം കളിക്കുന്ന കാനനമുല്ല പൂത്ത കാലം. Wow. Life can be evergreen as long as you have a positive approach. അല്ലേ ആൻറ്റി? അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സാരി മാത്രമേ ഉടുത്തിട്ടുള്ളൂ. ആ കാര്യം ഇന്നുവരെ എനിക്ക് അടുത്ത അവാർഡ് തരുന്നതാണ്. അതായത് ഞാൻ തന്നെ പറയുന്നത് എനിക്ക് അവാർഡ് താണോ, കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ കോളേജിൽ പഠിച്ചു 1972 തൊട്ടിട്ട്. സോ യു കൗണ്ട് 72 ഓൺവേർഡ്സ് ഇന്ന് വരെ ഏതൊക്കെ രാജ്യത്ത് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടോ, എവിടെയൊക്കെ പോയിട്ടുണ്ടോ, അവിടെയൊക്കെ ഞാൻ സാരി ഇട്ട് തന്നെ പോയിട്ടുള്ളൂ. അപ്പോഴേ ഇവര് നമ്മളെ കാണുമ്പോൾ നമസ്തേ എന്ന് പറഞ്ഞിട്ട് എഴുന്നിട്ട് ഇന്ത്യൻ ലേഡി ഗോയിങ് നമസ്തേ. ഞാൻ അങ്ങനെ തന്നെ, അതെനിക്കൊരു വലിയ അഭിനന്ദനമുണ്ട്. താങ്ക് യു സോ മച്ച് ആൻറ്റി. ഇറ്റ് ഈസ് എ പ്ലെഷർ ആൻഡ് ലുക്ക് ബാക്ക് ഇൻ ലൈഫ്. മാത്രമല്ല ബ്യൂട്ടിഫുൾ ആൻഡ് പോസിറ്റീവ് വൈബ്സ് ആൻറ്റി. സത്യം മനസ്സെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ആൻറ്റി കുട്ടി ഒരു ഹൈഫൈ തന്നെ പുതിയ സ്റ്റൈലിൽ.